അങ്ങനെ ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് വനത്തിൽ കുടുങ്ങിയ രാജാവിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. മഹ്മൂദുൽ ഗഫന്തി എന്ന് പറയുന്ന ആ മഹാനുഭാവൻ, അദ്ദേഹം ഒരു ചെറുപ്പക്കാരനായ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഖുർആനിൻ്റെ ഈരടികൾക്ക് മുമ്പിൽ എല്ലാവരും തോറ്റുപോകും. അത്രക്കും ഈണത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഖുർആൻ പാരായണം. ഖുർആൻ മുഴുവനും ഹിഫ്ളായ അദ്ദേഹം അങ്ങനെ തൻ്റെ രാജ്യങ്ങളെയൊക്കെ മറ്റുള്ള മന്ത്രിമാർക്ക് 7 രാജ്യങ്ങളും 7 മന്ത്രിമാർക്ക് ഓഹരി വെച്ച് കൊടുത്തതിന് ശേഷം അള്ളാഹുവിനെ ഇബാദത്തിലായി കഴിയുകയായിരുന്നു മഹാനായ ഇബ്രാഹിം ദന്തങ്ങളെപ്പോലെ. അങ്ങനെ മഹ്മൂദുൽ ഗഫന്തിയുടെ കീഴിൽ 7 രാജാക്കന്മാർക്ക് ഭരണം ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. 7 മന്ത്രിമാർക്ക് രാജ്യഭരണം ഏൽപ്പിച്ചു കൊടുത്തു. അതിൽ ഒരു രാജാവിൻ്റെ മകൾ, അദ്ദേഹത്തിന് സുന്ദരിയായൊരു മകളുണ്ടായിരുന്നു. പേര് സുഹറ എന്നാണ്. മാത്രമല്ല, ഏകദേശം കല്യാണപ്രായമെത്തിയപ്പോൾ ആ മന്ത്രി എല്ലാ മാതാപിതാക്കളും ചെയ്യുന്നത് പോലെ തന്നെ തൻ്റെ കുട്ടിക്ക് നല്ല ഒരു ചെറുപ്പക്കാരനെ കിട്ടണം, നല്ലൊരു പുതിയാപ്പിളയെ കിട്ടണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം നടക്കുക മാത്രമല്ല ചെയ്തത്, അത് നല്ല ഒരു ചെറുപ്പക്കാരനാകുമ്പോൾ അത് മഹ്മൂദുൽ ഗഫന്തിയെ പോലുള്ള ഒരു ചെറുപ്പക്കാരൻ. ഏതായാലും അദ്ദേഹം താമസിച്ചു കൊണ്ടിരിക്കുന്ന ആ കൊട്ടാരത്തിന് സമീപം അതാ ഈ രാജാവ് എത്തിയിരിക്കുകയാണ്. അങ്ങനെ കൊട്ടാര കവാടം മുട്ടിയപ്പോൾ വാതിൽ തുറന്നു എന്ന് മാത്രമല്ല, മഹ്മൂദുൽ ഗഫന്തി പുറത്തു വന്നു എന്ന് മാത്രമല്ല, അങ്ങനെ മഹ്മൂദുൽ ഗഫന്തി പുറത്തു വന്ന് കാര്യം ചോദിച്ചപ്പോൾ രാജാവാണ്, താൻ ഏൽപ്പിച്ച രാജാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടൊരു രാജാവാണ്. അദ്ദേഹം സ്വീകരിച്ചിരുത്തി. എന്താണ് വിഷയം? എനിക്ക് സുഹറ എന്നു പേരുള്ള ഒരു കുട്ടിയുണ്ട്, ഒരു കല്യാണപ്രായമെത്തി നിൽക്കുന്നൊരു കുട്ടി. ആ കുട്ടിയെ നിങ്ങൾ വിവാഹം ചെയ്യണം. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അങ്ങനെ മഹാനായ മഹ്മൂദുൽ ഗഫന്തി ആണെങ്കിലോ അതിൽ നിന്ന് കൊഴിഞ്ഞു മാറി നടക്കുന്നൊരു പുരുഷനാണ്. അദ്ദേഹം പറഞ്ഞു, ശരി, നമുക്ക് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം, ഞാൻ അങ്ങോട്ട് വരാറ്, ഞാൻ നിങ്ങളുടെ കൊട്ടാരത്തിലേക്ക് വരാം, അപ്പോൾ നിങ്ങൾ പൊയ്ക്കോളിന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞെങ്കിലും രാജാവ് ആ വാക്ക്, മഹ്മൂദുൽ ഗഫന്തിയുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് സ്വർണ്ണാഭരണങ്ങളും ആഭരണങ്ങളൊക്കെ വാങ്ങി അവിടെ സെറ്റപ്പായി നിൽക്കുകയാണ്. പക്ഷെ മഹ്മൂദുൽ ഗഫന്തി ആ വൈക്കന്നെ ചെന്നില്ല. അങ്ങനെ ഒരു ദിവസം കൊട്ടാരത്തിൻ്റെ മുകളിൽ മഹാനായ മഹ്മൂദുൽ ഗഫന്തി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ തൻ്റെ ഇബാദത്തിലായി കഴിഞ്ഞുകൂടുന്ന സമയം ഒരു ദിവസം അദ്ദേഹത്തിനൊന്ന് കുളിക്കണമെന്ന് തോന്നി. അങ്ങനെ കുളിക്കാൻ വേണ്ടി തൻ്റെ കൊട്ടാരത്തിൻ്റെ മുകളിൽ സാധാരണ നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഒരു മുണ്ടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഉലാത്തിയും കൊണ്ടിരിക്കുകയാണ് കൊട്ടാരത്തിൻ്റെ മുകളിൽ കൂടെ. ആ സമയത്ത് മഹാനായ മഹ്മൂദുൽ ഗഫന്തി ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ മുഴുവനും ഹിഫ്ളുള്ള വ്യക്തിയല്ലേ മഹ്മൂദുൽ ഗഫന്തി. അതാ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സൂറത്ത് ആലി ഇമ്രാനിലെ 26-ാമത്തെ ആയത്ത് എത്തിപ്പോയി. ഓ സമയത്ത് മഹാനവറുകൾ 26-ാമത്തെ ആയത്തോതുകയാണ്. ഏതാണ് ആയത്തെന്നറിയുമോ? ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി എന്ന് തുടങ്ങുന്ന തുത്തിൽ മുൽക മൻ തശാ വതൻസിഅൽ മുൽക മൻ തശാ. രാജാക്കന്മാരുടെ രാജാവായ തമ്പുരാനെ, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുത്തിൽ മുൽക മൻ തശാ. അള്ളാഹു ഉദ്ദേശിച്ചവനാണ് അള്ളാഹു അധികാരം കൊടുക്കുക എന്നർത്ഥം വരുന്ന ആയത്തങ്ങോതുന്നു. പിന്നെ വതൻസിഉൽ മുൽക മൻ തശാ, അള്ളാഹു ഉദ്ദേശിച്ചവനെ അവൻ അധികാരം ഇല്ലാതെയാക്കും. ഈ ആയത്തങ്ങോട്ട് ഓതിയപ്പോൾ മഹാനായ മഹ്മൂദുൽ ഗഫന്തി ഇങ്ങനെ ചിന്തിക്കണേ, എങ്ങനെ ഇപ്പം ഞാൻ 7 രാജാക്കന്മാർ എൻ്റെ കീഴിലുണ്ടാകുമ്പോൾ 7 രാജ്യങ്ങൾ അവർക്ക് ഞാൻ വീതിച്ചു കൊടുത്തു, അതിൻ്റെ മേലാധികാരിയായി ഭരണം നടത്തുന്ന ആളാണ് ഞാൻ മഹ്മൂദുൽ ഗഫന്തി. ഇങ്ങനത്തെ എന്നെ എങ്ങനെയാണ് ഇപ്പോൾ അള്ളാഹു പോയി അധികാരം എടുത്തു കളയാൻ, അള്ളാഹു ഉദ്ദേശിച്ചവരെ എടുത്തു കളയുന്നുള്ള ആയത്താണല്ലോ വന്നത്. അങ്ങനെ ആ ചിന്തയിൽ മഹാനായ മഹ്മൂദുൽ ഗഫന്തി കുളിക്കാനൊക്കെ ഒരു തോർത്തുമുണ്ടൊക്കെ മാറ്റി അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർക്കും ഓരോരോ രസം ഉണ്ടാകുക. ചിലവർ കുളിറൂമിൽ കിടന്ന പാട്ട് പാടും, ചിലവർ പല അങ്ങനെ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മഹാനായ മഹ്മൂദുൽ ഗഫന്തി. അങ്ങനെ ഈ ചിന്തയാണ് വന്നത്, എൻ്റെ അധികാരം ഇപ്പം ഞാൻ 7 രാജാക്കന്മാരെ മന്ത്രിമാരെയൊക്കെ കീഴിൽ അവരുടെ മേലാളായി ഞാൻ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എൻ്റെ അധികാരമൊക്കെ എങ്ങനെ ഇപ്പം അള്ളാഹു
എടുത്ത് കളയുക. പെട്ടെന്നായിരുന്നു രാജാവിൻ്റെ സന്നിധിയിലേക്കതാ ഒരു ഭടൻ ഓടി വന്നുകൊണ്ട് പറയുകയാണ്. എന്താണ് പറയുന്നത് എന്ന് കവി തന്നെ പറയട്ടെ. സുൽത്താൻ മഹ്മൂദരെ നല്ല വഫന്തിയോരെ ഒരു വ്യസനമിതറിയിക്കാം കേൾക്കുവീരെ, ഒരു വ്യസനമിതറിയിക്കാം കേൾക്കുവീരെ. സുൽത്താൻ മഹ്മൂദരെ ഒരു പുലിയും വന്ന് നാമുരണ്ടിടുന്നേ, എതിർക്കാൻ കഴിയില്ല ഇത് ചീറിടുന്നേ. ഒരു പുലിയും വന്ന് ഇതാ മുരണ്ടിടുന്നേ, എതിർക്കാൻ കഴിയില്ല ഇത് ചീറിടുന്നേ. മരണം മുന്നിൽ കണ്ടിതാ ഓടിടുന്നേ, മരണം മുന്നിൽ കണ്ടിതാ ഓടിടുന്നേ. സുൽത്താൻ മഹ്മൂദരെ നല്ല വഫന്തിയോരെ ഒരു വ്യസനമിതറിയിക്കും കേൾക്കുവീരെ, ഒരു വ്യസനമിതറിയിക്കും കേൾക്കുവീരെ. സുൽത്താൻ മഹ്മൂദരെ പെട്ടെന്നായിരിക്കുന്നു കുളിക്കാൻ വേണ്ടി മുണ്ടൊക്കെ മാറ്റിയിട്ട് ഖുർആൻ പാരായണം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതാ മനസ്സിൽ ഈ ചിന്ത വന്നതേയുള്ളൂ. എൻ്റെ 7 രാജാക്കന്മാരുടെയും മേലാധികാരിയായ രാജാവായ ഞാൻ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ രാജാധികാരം എടുത്തു കളയാതെ മനസ്സിൽ ചിന്തിച്ചപ്പോഴേക്കും അതാ അള്ളാഹുവിൻ്റെ പരീക്ഷണം വരികയാണ്. ഒരാൾ ഓടി വന്നുകൊണ്ട് രാജഭടൻ കൊട്ടാരത്തിൻ്റെ മുകളിലേക്ക് വന്നുകൊണ്ട് മഹ്മൂദുൽ വഫന്തിയെ വിളിക്കുകയാണ്. ഏയ് എവിടെയാണ് മഹ്മൂദുൽ വഫന്തി എന്ന് പറഞ്ഞുകൊണ്ട് പട്ടാളക്കാരൻ വിളിച്ചു എന്ന് മാത്രമല്ല എന്താണ് എന്ന് ചോദിച്ചു. അതാ നമ്മുടെ കൊട്ടാരത്തിൻ്റെ മുൻഭാഗത്ത് ഒരു പുലി ചീറിക്കൊണ്ട് നിൽക്കുകയാണ്. ഇത് കേട്ടപ്പോൾ മഹ്മൂദുൽ വഫന്തി പറഞ്ഞു, പുലി വന്നിട്ട് അതിനെ കൈകാര്യം വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാതെ എൻ്റെ അടുത്ത് കൂടി ഒന്ന് എവിടെ പുലി എന്നും ചോദിച്ച് മാളിക മുകളിൽ നിന്നുമിറങ്ങി മല്ലിടാനുള്ളവ ധൈര്യവും പൊങ്ങി ഇത്രയും പറഞ്ഞന്ന് പുറത്ത് വന്നേ കൊട്ടാരത്തിൻ്റെ മുമ്പിൽ അണഞ്ഞിടുന്നേ. പുലി വന്നിട്ട് അത് മരണ്ടിട്ടെന്ന് പറഞ്ഞ് പേടിത്തൂര്യന്മാരെ ഇങ്ങോട്ട് പോയി നിൽക്കുക. അതിനെ കൈകാര്യം ചെയ്യപ്പോണ്ട പോലെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് മഹാനായ മഹ്മൂദുൽ വഫന്തി ബഹുമാനപ്പെട്ടവர்கள் തൻ്റെ തട്ടിൻ്റെ മുകളിൽ നിന്നും കൊട്ടാരത്തിൻ്റെ മുകളിൽ നിന്നും താഴ്ഭാഗത്തേക്ക് ഒരൊറ്റ ചാട്ടമായിരുന്നു. ചാടി എന്ന് മാത്രമല്ല അതാ ഒരു വാളെടുത്തുകൊണ്ട് പുലിയെ വെട്ടുകയാണ്. പുലിയെ വെട്ടിയിട്ട് തട്ടണില്ല. പുലി അങ്ങോട്ടും ഇങ്ങോട്ടും സർക്കസ് കളിച്ചാണ്. ഭയങ്കര കരാട്ടെ പുലി. എങ്ങനെ നോക്കിയിട്ട് കണ്ടാലും പുലി ഒരൊറ്റ ഓട്ടമായിരുന്നു കാടിനെ ലക്ഷ്യം വെച്ച്. ഉടനെ തന്നെ മഹ്മൂദുൽ വഫന്തി എന്ത് ചെയ്തെന്നറിയുമോ? തൻ്റെ ഒരു കുതിരപ്പുറത്ത് കയറി അതാ കാടിനെ ലക്ഷ്യമാക്കി ഓടിക്കൊണ്ടിരിക്കുന്ന പുലിയുടെ പിന്നിൽ മഹ്മൂദുൽ വഫന്തിയും ഇനി ആ പുലിയെ പിടിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന് വിചാരിച്ച് മഹ്മൂദുൽ വഫന്തി അതാ പുലിയുടെ പിന്നാലെ തൻ്റെ കുതിരപ്പുറത്ത് കയറി ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് സംഭവിക്കുമെന്നറിയില്ല. രണ്ടുപേരുടെയും പോക്ക് കാട്ടിലേക്കാണ്. എന്താണ് അവിടെ സംഭവിക്കുക? അടുത്ത എപ്പിസോഡിൽ.